യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും പുതിയൊരു പ്രഭാതത്തിൽ ദൈവാനുഗ്രഹം ലഭിക്കുന്നതിനായിട്ട് ദൈവകൃപ നിങ്ങളോടൊപ്പം ഉള്ളതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. അതിരാവിലെ തന്നെ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി പരിശുദ്ധാത്മാവിനാൽ ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും ശ്രവിച്ചുകൊണ്ടും പുതിയൊരു ദിവസം തുടങ്ങുവാൻ ദൈവം നമ്മളെ അനുവദിച്ചതിന് ആ സ്നേഹനദിയായ പിതാവിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം 119 സങ്കീർത്തനം 162 തിരുവചനം. വലിയ കൊള്ള മുതൽ ലഭിച്ചവനെ പോലെ ഞാൻ അങ്ങയുടെ വചനത്തിൽ ആനന്ദിക്കുന്നു. ദൈവവചനം വായിക്കുമ്പോൾ, ദൈവം വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരിക്കണമെന്ന്, നമ്മുടെ അവസ്ഥ എന്താകുമെന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുക. തങ്ങൾ പോലും ആഗ്രഹിക്കുന്നതിൻ്റെ, തങ്ങൾ പ്രതീക്ഷിക്കാത്തതിലധികം സമ്പത്ത് കൈകളിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തേക്കാൾ അധികമായിട്ടായിരിക്കണം നമ്മൾ ദൈവവചനം വായിക്കുമ്പോഴും ദൈവവചനം നമ്മളോട് സംസാരിക്കുമ്പോഴും ദൈവവചനം നമ്മൾ കേൾക്കുമ്പോഴും ഉണ്ടായിരിക്കേണ്ട നമ്മുടെ അവസ്ഥ. ഒരു സമ്മാനം ലഭിക്കുമ്പോൾ തുള്ളിച്ചാടുന്ന ഒരു കുട്ടിയെ പോലെ ആയിരിക്കണം. എൻ്റെ ദൈവം, എൻ്റെ പിതാവ് എന്നോട് എത്ര സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നത്, അതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു, അതിൽ ഞാൻ നന്ദി പറയുന്നു കർത്താവേ എന്ന് പറഞ്ഞ് തുള്ളിച്ചാടണം. അതായിരിക്കും, അപ്പോൾ മാത്രമാണ് അപ്പനും മക്കളുമായിട്ടുള്ള ബന്ധമുണ്ടാകുക. നിൻ്റെ ഏത് അവസ്ഥയായിരുന്നാലും, നീ ഏത് പ്രയാസത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും, വചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ ആ ദൈവം തന്നെ നിൻ്റെ തൊട്ടടുത്തുണ്ടെന്ന് നീ മനസ്സിലാക്കുക. ആ ദൈവം നിൻ്റെ തൊട്ടടുത്ത് നിൽക്കുമ്പോൾ സന്തോഷത്തോടെ തുള്ളിച്ചാടണം. ആ വിശ്വാസം നമ്മളിലുണ്ടാകണം. അങ്ങനെ ആയിരിക്കുമ്പോൾ നിനക്ക് വേണ്ടതെല്ലാം ദൈവം ഒരുക്കിത്തരും. ഹൃദയത്തിൽ എളിമയോടെ ഇതാ അങ്ങയുടെ ദാസി എന്ന് പറയുവാൻ, ഞാനിതാ അങ്ങയുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നു എന്ന് പറയുവാൻ, ദൈവമേ നീ എൻ്റെ തൊട്ടടുത്തുള്ളതിന് ഞാൻ നിനക്ക് നന്ദി എന്ന് പറയുവാൻ, എൻ്റെ എല്ലാ കാര്യങ്ങളിലും നീ ഇടപെട്ട് എനിക്ക് സമൃദ്ധി തരുന്നതിന് നന്ദി പറയുവാൻ ഉള്ള മനസ്സ് നമുക്കുണ്ടായിരിക്കണം.
ആ ദൈവാനുഭവം നമ്മൾ അനുഭവിക്കുമ്പോൾ അതിലതിയായി സന്തോഷിക്കണം. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഏറ്റവും ആനന്ദകരമായ ദിവസമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മളുടെ ദൗത്യത്തിൻ്റെ ഭാഗമായി ലോകത്തിൽ 800 കോടിയിലധികം വരുന്ന മക്കളെയും ഈ പ്രഭാതത്തിൽ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരാം. അവരെ അനുഗ്രഹിക്കുന്ന കൂട്ടത്തിൽ നമ്മളും അനുഗ്രഹിക്കപ്പെടട്ടെ. എപ്പോഴും ഒരു കാര്യം ഓർക്കുക, ദൈവം നമ്മളെല്ലാവരെയും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. ആ യേശുക്രിസ്തുവിൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.